ഒരു 3-4 മാസം മുമ്പ് എന്നെ പണിയപ്പുരയ്ക്കൽ അല്ലേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ പാലാത്ര ഷോയിച്ചേട്ടൻ വിളിക്കും. എന്നെ അങ്ങനെ വലിയ പരിചയമില്ല എനിക്ക്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നതിന് പോലെ ഒരു പരിപാടിയാണ് ജോണി ആൻ്റണി, നിങ്ങൾ വരണം എന്ന് പറയുമ്പം അപ്പോൾ ശരി വരാം. അങ്ങനെ നമ്മൾ ഇടിഞ്ഞലത്തുള്ള അർക്കേഡിയ ടോമിച്ചായൻ്റെ അവിടെ വെച്ച് ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നു. മീറ്റിംഗ് കൂടുമ്പോൾ 16 പേര്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം 16 പേരും ഞാൻ ഒഴിച്ചുള്ള 15 പേരുടെ കാര്യമാണ്. എന്തും സാധിക്കുന്നവരാണ്, എന്തിനും പോകുന്നവരാണ്, വളരെ നല്ല മനസ്സുള്ളവരാണ്. ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, കാരണം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ 15 സന്മനസ്സുള്ളവരോട് എനിക്ക് കൂടാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ആ വിളിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു സന്തോഷം. അതുപോലെ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു ഇന്നലെ വർഷത്തിൽ 1,00,000 രൂപ വെച്ചാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പം ശരി, അങ്ങനെ ഞാൻ എല്ലാം പിരിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ വൈഫിനോട് ചോദിച്ചു, എന്തായി? പോയി മീറ്റിങ്ങിന് പോയി, എങ്ങനെയുണ്ട്? നല്ല ഇതാണ് ഡയാലിസിസിന് വേണ്ടിയൊക്കെ. എങ്ങനെയാ നമ്മുടെ പൈസ കൊടുക്കുക? ഞാൻ പറഞ്ഞ വർഷത്തിൽ 1,00,000 രൂപ വീതം കൊടുക്കണം. അത് എത്ര വർഷം കൊടുക്കേണ്ടി വരും? ഞാൻ പറഞ്ഞു മരിക്കുന്നവർ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും അതെത്രയാണ്? അവൾ അറിയാതെ പെട്ടെന്ന് ചോദിച്ചു പോയി. ഞാൻ പറഞ്ഞു 25 കൊല്ലം കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അറിയാതെ ആ പാവം പറഞ്ഞു, നല്ലതാണ്, അതെപ്പോഴേക്ക് EMI വീടിൻ്റെ ഹൗസിംഗ് ലോണും തീരും, കൊടുത്തു പോവുകയും ചെയ്യാം. പക്ഷേ ഞാൻ അവളും എനിക്കും അറിയാവുന്ന സത്യമുണ്ട്. എത്ര ഇല്ലായ്മയിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഹൗസിംഗ് ലോണൊന്നും 25 കൊല്ലം നീളമില്ല, 5 കൊല്ലത്തിനുള്ളിൽ ദൈവം തീർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനെപ്പോഴും എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ തോന്നിയിട്ടുള്ള കാര്യം, ചില മാസങ്ങളിൽ നമ്മൾ കലാകാരനാണ്, നമുക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ 1-ാം തീയതി ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളമോ ഒന്നുമല്ല, അനിശ്ചിതത്വങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, കുട്ടികളുടെ ഫീസോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും ചിലപ്പോൾ ഒരു ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാതെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്ഭുതകരം എന്ന് പറയട്ടെ, അപ്പോഴേക്കും ചിലപ്പോൾ ഒരു സിനിമയോ ഒരു ഉദ്ഘാടനമോ ഇടിമണിക്ക് സണ്ണിച്ചേട്ടൻ്റെ ഒരു പരസ്യമോ ഒക്കെ ആയിട്ട് എന്നെ ദൈവം അങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു ഒരു കാര്യം കറക്റ്റാണ്, ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിനും ദൈവം ഇങ്ങോട്ട് വന്നെനിക്ക് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ ഞാൻ പറയുകയാണ്, ഷിബുച്ചേട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മുതലാട്ടോ. അതൊരു ഭയങ്കര മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ ഒരാൾ, അതായത് നമ്മുടെ സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഭയങ്കര ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് ഷായിച്ചേട്ടൻ. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ആലേട്ടൻ നമ്മുടെ ഈ ചാരിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു 3,00,000 രൂപ കൊടുത്തേക്കാം. ശരി വാ, നല്ല കാര്യം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഷിബുച്ചേട്ടൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ 5,00,000 രൂപ കൊടുക്കാമോ? എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വീട്ടിൽ പുള്ളിക്ക് പാറമടയുണ്ട്. പാറ മെഷീൻ ഉപയോഗിച്ചൊന്നും അല്ല പൊട്ടിക്കുന്നു. അവിടെ ചെന്ന് പുള്ളി പറയും, പ്രിയപ്പെട്ട പാറമടേ, നീ പൊട്ടിയാലേ ഈ കല്ലുകൾ കൊണ്ട് വീട് വെക്കാൻ പറ്റുള്ളൂ, റോഡ് പണിയാൻ പറ്റുള്ളൂ, എനിക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാറ അറിയാതെ അങ്ങ് പൊട്ടും. അങ്ങനെ പാറകളെ പോലും മനസ്സുള്ള ആളുകളെ അലിയിക്കാൻ കഴിവുള്ള ഒരാളാണ് ഷിബുച്ചേട്ടൻ. അപ്പം അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അതോടെ ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ അതുപോലെ നമ്മുടെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഇത്രയും എനർജറ്റിക്കായിട്ട് ഇതുപോലൊരു കാര്യം, ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടു നടക്കാൻ അച്ഛനോളം കഴിവുള്ള വേറെ ആരുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹീതമായൊരു കൂട്ടായ്മയിലാണ് ഞാൻ വന്നുപെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുരുകപ്പിതാവേ, അങ്ങനെ ഒരു സ്പീച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇനി എനിക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് പറയാം, കൊടുക്കുന്നതിൻ്റെ അടുത്തോട്ടാണ് കർത്താവ് വരുന്നത്, എവിടെയെങ്കിലും എനിക്കും പ്രസംഗിക്കാൻ ചില ടിപ്സ് കിട്ടുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നന്മ തരുന്നു. നന്ദി, നമസ്കാരം.